ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. സത്യം പറയുന്ന ഈ കഥ വളരെ ബോറായിട്ടാണ് പോകുന്നതെന്ന് നിങ്ങളെപ്പോലെ തന്നെ പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. എന്തിനാ ഇവർ ഈ കഥ ഇങ്ങനെ വലിച്ചു നീട്ടുന്നതെന്ന് സത്യമായിട്ടും അറിയില്ല കേട്ടോ. പക്ഷേ എല്ലാവരും എന്നൊന്നും പറയുന്നില്ല, സ്ഥിരം പ്രേക്ഷകരായിട്ടുള്ള കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും കഥ അവസാനിക്കുന്നത് വരെ ഇടണമെന്ന്. അതുകൊണ്ടാണ് കേട്ടോ ഇവർ പറയുന്നത് പോലെ തന്നെ ഞാനും പറയുന്നു, അത്രയേ ഉള്ളൂ. അതുതന്നെ അവർ പറയുന്നതിൻ്റെ മാക്സിമം ഞാൻ വെട്ടി ചുരുക്കുവാണ്. കാരണം അത്രത്തോളം ഓവറായിട്ടാണ് ഇവരുടെ ഒരു അഭിനയം വരുന്നുണ്ടായിരുന്നത്. എന്നാലും പറ്റുന്ന പോലെയൊക്കെ കഥ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുകയാണ്. അപ്പം ചന്ദ്രികയുടെ സിദ്ധാർത്ഥിൻ്റെയും ശാന്തി മുഹൂർത്തത്തിന് നാളെ കുറിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് പൂജാരി. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം പറഞ്ഞു കൊടുക്കുകയും അതിനുശേഷം ശിവക്ഷേത്രത്തിൽ പോയി ചെയ്യാനുള്ള ചടങ്ങുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ദക്ഷിണ കൊടുത്ത് പറഞ്ഞു വിടുവാണ്. പൂജാരി പോയതും വാസു പറയുന്നുണ്ട്, അളിയാ എങ്കിൽ ഇപ്പം തന്നെ ഞാൻ പോയിട്ട് ശാന്തി മുഹൂർത്തത്തിന് വേണ്ടുന്ന ഏർപ്പാടുകളൊക്കെ ചെയ്യട്ടെ. അത് കേട്ട് മഹേന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറയാണ്, വാസു, കല്യാണ പെണ്ണിനേക്കാളും ചെറുക്കനേക്കാളും ശാന്തി മുഹൂർത്തത്തിന് തിരക്ക് കൂട്ടുന്നത് നീയാണെന്ന് തോന്നുന്നല്ലോ. അത് അളിയൻ പറഞ്ഞത് ശരി തന്നെയാണ്. നമ്മുടെ മക്കൾ സന്തോഷത്തോടെ ജീവിക്കുന്നതിനേക്കാളും മറ്റൊരു സന്തോഷം നമുക്ക് എന്താ ഉള്ളത്? നമ്മുടെ മക്കളുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഏതറ്റം വരെയും പോവണം. അത് കേട്ട് മഹേന്ദ്രനും ലക്ഷ്മിയും ചിരിക്കുകയാണ്. അപ്പോൾ ജാനകിയോട് വാസു ചോദിക്കുന്നുണ്ട്, ജാനകി, നിനക്കിനി എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങിക്കണോ? ലക്ഷ്മിയാണ് അതിന് മറുപടി പറയുന്നത്, ഏട്ടാ ജാനകിക്കും പൂവും പഴവും സ്വീറ്റ്സൊക്കെ വാങ്ങിയിട്ട് വാ. ശരി, വാസുവും കളിയാക്കി ചിരിക്കുന്നുണ്ട്. അപ്പോൾ ജാനകി നാണത്തോടെ പറയാണ്, ഒന്ന് മിണ്ടാതിരിക്കേട്ടെത്തി. ജാനകിയുടെ നാണം നോക്കി ഏട്ടാ. ലക്ഷ്മി പറഞ്ഞത് കേട്ട് എല്ലാവരും ജാനകിയെ നോക്കി ചിരിക്കുകയാണ്. അപ്പോൾ വാസുവും പറയുന്നുണ്ട്, ജാനകിക്ക് ഹൽവ എന്ന് വെച്ചാൽ ഒത്തിരി ഇഷ്ടമാണ്. ജാനകി വരുമ്പോൾ ഹൽവ വാങ്ങിയിട്ട് വരട്ടെ. മതി ഏട്ടാ, ഇവരെല്ലാവരും ചേർന്ന് എന്നെ കളിയാക്കുക, നിങ്ങളും കൂടി ചേരുവാണോ? പോയി മക്കളുടെ ശാന്തി മുഹൂർത്തത്തിന് വേണ്ടുന്ന ഏർപ്പാടുകൾ ചെയ്യ്. ജാനകി വേഗം വാസുവിനെ പറഞ്ഞു വിടാൻ ധൃതി കൂട്ടുവാണ്. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, വാസു, ഒരു 1/4 കിലോ ഹൽവ കൂടി അധികം വാങ്ങിച്ചോളൂ. അതെന്തിനാ അളിയാ? അല്ല പിന്നെ, നീ നിൻ്റെ ഭാര്യയ്ക്ക് മാത്രം കൊടുത്താൽ മതിയോ? ഞാൻ എൻ്റെ ഭാര്യയ്ക്കും കൊടുക്കണ്ടേ? അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ്. അതിനെന്താ അളിയാ, ഞാൻ എന്തായാലും വാങ്ങിയിട്ട് വരാം, നമുക്ക് 2 പേർക്കും ഇവരെ ഹലുവ തെറ്റിക്കാം എന്നൊക്കെ വാസു തമാശയോടെ പറയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ഒന്ന് പയ്യെ സംസാരിക്കേട്ടാ, കുട്ടികളുടെ കാതിൽ വീഴും. വാസു വേഗം ശാന്തി മുഹൂർത്തത്തിന് വേണ്ടുന്ന ഏർപ്പാടുകളൊക്കെ ചെയ്യാൻ വേണ്ടി ധൃതിയിൽ ഇറങ്ങി പോവുകയാണ്. ആ സമയത്ത് മലറിനെയും കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മഹേഷ്. മലരാണെങ്കിൽ വീണ്ടും വീണ്ടും വാശി പിടിച്ച് പറയുന്നുണ്ട്, എനിക്ക് അമ്മയുടെ അടുത്തേക്ക് പോകണം, എന്നെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോ. ഏയ് മിണ്ടാതിരിക്ക്. മഹേഷിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. മിണ്ടാതെ വരാൻ നോക്ക്, വെറുതെ എൻ്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങിക്കേണ്ട. മഹേഷ് വീണ്ടും മലറിനെ അടക്കി നിർത്തുവാണ്. പിന്നെയും ഒരുപാട് ദൂരം പോയതിനു ശേഷമാണ് ഒരു ചെറിയൊരു പഴയൊരു വീട് പോലെ തോന്നിക്കുന്ന സ്ഥലത്ത് വണ്ടി നിർത്തുന്നത്. എന്നിട്ട് മഹേഷ് ആദ്യം ഇറങ്ങി വന്നിട്ട് മലറിനെ അവനെ എടുക്കുകയാണ്. ആ സമയത്തൊക്കെ മലര് മഹേഷിനെ തല്ലിയിട്ട് പറയുന്നുണ്ട്, എന്നെ വീട്. മഹേഷിനെ ഉപദ്രവിച്ചിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് വാശി പിടിക്കും തോറും മഹേഷിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവൻ നിലത്തവിടെ ഇറക്കി നിർത്തിയിട്ട് പറയുന്നുണ്ട്, ചെറിയ കുട്ടിയാണെന്ന് വിചാരിച്ചിട്ടാണ് ക്ഷമിക്കുന്നത്, ഓവറായിട്ട് കളിച്ചാലുണ്ടല്ലോ, ഇനിയും ശബ്ദം ഉയർത്തി സംസാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ വെച്ച് തന്നെ നിന്റെ കഥ ഞാൻ അവസാനിപ്പിക്കും. അപ്പം മലര് തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് തട്ടിക്കൊണ്ട് വന്നത്? എന്നെ വെറുതെ വിട്. ഞാൻ സ്കൂളിലേക്ക് പോകുമല്ലായിരുന്നോ? എന്നെ സ്കൂളിൽ തന്നെ കൊണ്ടുപോയി വിട്, എന്നെ വിട്. അത് കേട്ട് മഹേഷ് കളിയാക്കിക്കൊണ്ട് പറയാണ്, സ്കൂളോ? സ്കൂളിലൊക്കെ പിന്നീട് പോവാം, ആദ്യം നിൻ്റെ അമ്മയെ ഞാൻ ഇവിടെ വരുത്തിക്കും. അവളെ ഇവിടെ എത്തിക്കാൻ വേണ്ടിയാണ് നിന്നെ ഞാൻ തട്ടിക്കൊണ്ട് വന്നത് തന്നെ എന്നും പറഞ്ഞിട്ട് മലറിൻ്റെ കൈ പിടിച്ച് വലിച്ച് അകത്തേക്ക് കൊണ്ടുപോവാണ്. മലരും തന്നെ കൊണ്ടാവുന്നത് വിധം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു വാതിൽ തുറന്നിട്ട് അതിൻ്റെ അകത്തേക്ക് മലറിനെ കൊണ്ടുപോവാണ്. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, നിൻ്റെ അമ്മ ഇവിടേക്ക് വരാതെ നിന്നെ ഇവിടെ നിന്ന് എങ്ങോട്ടേക്കും ഞാൻ പറഞ്ഞു വിടില്ല. മലര് വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഹേഷ് വാണിംഗ് കൊടുക്കുന്നുണ്ട്, മിണ്ടരുത്, അനാവശ്യമായിട്ട് ശബ്ദം ഉണ്ടാക്കിയ ചെറിയ കുട്ടിയാണെന്ന് പോലും ഞാൻ ആലോചിക്കില്ല, കഴുത്ത് പിടിച്ച് ഞെരിച്ച് ഞാൻ കൊന്നുകളയും എന്ന് പറഞ്ഞിട്ട് മലറിൻ്റെ കഴുത്ത് പിടിക്കാൻ നോക്കുകയാണ്. മലര് പേടിയോടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മഹേഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിനക്ക് നിൻ്റെ അമ്മയെ കാണണമെങ്കിൽ വായ പൂട്ടി മിണ്ടാതെ ഇവിടെ നിന്നോ. മലരാണെങ്കിൽ മഹേഷിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവൾ പറയാണ്, എന്തിനാ നീ എൻ്റെ അമ്മയെ അച്ഛനെ ഇങ്ങനെ എപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? അത് കേട്ടത് മഹേഷിന് ദേഷ്യം വരികയാണ്. ആരാടി നിൻ്റെ അച്ഛൻ? സിദ്ധാർത്ഥാണ് നിൻ്റെ അച്ഛനെന്നാണോ നീ കരുതിയത്? നിൻ്റെ സ്വന്തം അച്ഛൻ ഞാനാണ്, എന്നിട്ട് എന്നെ ഒഴിവാക്കിയിട്ട് വേറെ ഏതോ ഒരുത്തനെ അച്ഛ എന്ന് വിളിക്കുന്നത്? ഇനി ഒരു പ്രാവശ്യം കൂടി ഞാൻ കേൾക്കെ സിദ്ധാർത്ഥിനെ നീ അച്ഛ എന്ന് വിളിക്കുകയാണെങ്കിൽ പിന്നെ എൻ്റെ സ്വഭാവം ഇതായിരിക്കില്ല. അത് കേട്ടതും മലര് പറയുന്നുണ്ട്, എനിക്ക് പോകണം, എന്നെ വിട്, എനിക്ക് പേടിയാവുന്നു, എന്നെ വിട്ടേക്ക്. മലര് കരഞ്ഞുകൊണ്ട് യാചിക്കുകയാണ്. അപ്പോൾ മഹേഷ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്, ഇനി മേലിൽ നിനക്ക് എവിടെയും പോവാൻ സാധിക്കില്ല. ഞാൻ, നീ, നിൻ്റെ അമ്മ, നമ്മൾ 3 പേരും ഒന്നിച്ചാണ് ഇനി ജീവിക്കാൻ പോകുന്നത്.
ഇനി അങ്ങോട്ട് എന്നെ വേണം നീ അച്ഛാ എന്ന് വിളിക്കാൻ, മനസ്സിലായോ? ഇല്ല, ഞാൻ വിളിക്കില്ല. മലര് വാശി പിടിക്കുകയാണ്. നിന്റെ അമ്മയെ പോലെ തന്നെ അഹങ്കാരാണടി നിനക്ക്. എങ്ങനെയാ നിന്നെ കൊണ്ട് അച്ഛാ എന്ന് വിളിപ്പിക്കണ്ടേന്ന് എനിക്കറിയാം. മഹേഷ് നേരെ എഴുന്നേറ്റിട്ട് പോയിട്ട് ഫോൺ എടുക്കുകയാണ്. ചന്ദ്രിക മുറിയിൽ തുണി മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് കോള് വരുന്നത്. അവൾ എടുത്തു നോക്കുന്ന സമയത്ത് അവൾ ചിന്തിക്കുന്നുണ്ട്, ഇതാരാ, അറിയാത്ത നമ്പറാണല്ലോ, ഇതിൽ നിന്ന് നേരിട്ടിട്ട് എന്താ വീഡിയോ കോൾ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ മറുതലയ്ക്കൽ കാണുന്നത് മഹേഷിനെയാണ്. മഹേഷിനെ കണ്ടതും ചന്ദ്രികയുടെ മുഖത്ത് ദേഷ്യം നിറയാണ്. മഹേഷും നല്ല ദേഷ്യത്തോടെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, എന്തിനാ നീ എന്നെ വീഡിയോ കോൾ ചെയ്തത്? മഹേഷ് മറുപടി ഒന്നും പറയുന്നില്ല. നീ ചെയ്ത തെറ്റുകൾക്ക് പോലീസ് നിന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മര്യാദയ്ക്ക് പോലീസിൽ സറണ്ടർ ആവാൻ നോക്ക്. ചന്ദ്രിക ദേഷ്യത്തോടെ മഹേഷിനോട് പറയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ സറണ്ടർ ആവുന്ന കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനു മുമ്പ് എനിക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കേട്ടതും ചന്ദ്രിക ദേഷ്യത്തോടെ പറയാണ്, ഫോൺ വെക്കാൻ നോക്ക്. നിന്നെ കാണുമ്പോഴേ എനിക്ക് വല്ലാത്ത ദേഷ്യം കയറുകയാണ്. ചന്ദ്രിക പറഞ്ഞു കേട്ടപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, അതെന്താടി അങ്ങനെ? സിദ്ധുവിനെ നിന്നെ അത്രയ്ക്കും നന്നായിട്ടാണോ കൊണ്ടു നടക്കുന്നത്? അത് കേട്ട സമയത്ത് ചന്ദ്രിക ദേഷ്യത്തോടെ തലതിരിക്കുകയാണ്. അതെ, നിന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും. നെറ്റിയിൽ കുങ്കുമം, തല നിറയെ മുല്ലപ്പൂ, അതും പോരാതെ എല്ലാം തികഞ്ഞൊരു താലിയും, നിന്റെ സൗന്ദര്യത്തിനെ 10 മടങ്ങ് സൗന്ദര്യം ഏറുന്നതായി തോന്നിക്കാനുള്ള പുതിയ സാരിയും. അവനിങ്ങനെ വർണ്ണിക്കുന്നത് കേട്ടപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, നിൽക്ക്, ഒരു നിമിഷം, ഇപ്പം തന്നെ നിന്നെ പോലീസിൽ ഇൻഫോം ചെയ്യാം. നിൽക്ക്, എന്നെ പോലീസ് പിടിക്കുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് നീ ഒരു കാര്യം മനസ്സിലാക്കണം. അത് നിന്നെ നേരിട്ട് അറിയിക്കാനാണ് ഞാൻ വിളിച്ചത്. നിൻ്റെ അടുത്ത് ചെന്ന് എനിക്കൊരു കാര്യത്തെക്കുറിച്ചും അറിയണ്ട. ചന്ദ്രിക ദേഷ്യത്തോടെ പറയാണ്. നിൽക്ക്, ഞാൻ ഇപ്പം തന്നെ പോലീസിനെ വിളിക്കാൻ പോവാണ് എന്നും പറഞ്ഞ് ചന്ദ്രിക കോള് കട്ട് ചെയ്യാണ്. മഹേഷ് പറയുമ്പോഴേക്കും ചന്ദ്രിക കോള് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ദേഷ്യത്തിലാണ് മഹേഷ് നിൽക്കുന്നത്. അപ്പോൾ മലറിനെ നോക്കിയപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്ക് പോണം. ചന്ദ്രിക നല്ല അസ്വസ്ഥതയോട് കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ മഹേഷ് ആണെങ്കിൽ ദേഷ്യത്തോടെ പോയി മലറിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. എനിക്ക് പോണം. മലർ വീണ്ടും പറയുന്നുണ്ട്, മിണ്ടാതെ നിൽക്ക്. നിൻ്റെ അമ്മ എന്താ വലിയ ആളാണോ സംസാരിച്ചു കൊണ്ടിരിക്കുക ഫോൺ കട്ട് ചെയ്യുന്നത്? മഹേഷ് ദേഷ്യത്തോടെ നിൽക്കുകയാണ്. ചന്ദ്രികയും അസ്വസ്ഥതയോട് കൂടി തന്നെയാണുള്ളത്. മഹേഷ് വീണ്ടും ഫോൺ എടുത്തിട്ട് ചന്ദ്രികയെ വിളിക്കുന്ന സമയത്ത് അവൾ ഫോൺ എടുത്ത് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എന്തിനിങ്ങനെ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നത്? എന്നെ സമാധാനത്തോടെ ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കില്ലേ? ചന്ദ്രിക തട്ടിക്കയറിക്കൊണ്ട് സംസാരിക്കുകയാണ്. വീണ്ടും എന്നെ എന്തിനിങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ നിനക്ക് എന്ത് തെറ്റാ ചെയ്തത്? ചന്ദ്രിക അവളുടെ മനസ്സിലുള്ള ദേഷ്യം മുഴുവൻ പറഞ്ഞു തീർക്കുകയാണ്. മലരി ശബ്ദം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ മഹേഷ് അവളുടെ വാ പൊത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രിക ചോദിക്കുകയാണ്, നീ നല്ലവനാണെന്ന് കരുതിയിട്ടല്ലേ സിദ്ധു സാറ് നിന്നെ വിശ്വസിച്ചിട്ട് നിനക്ക് ഓട്ടോ വാങ്ങി തന്നത്? എന്നിട്ട് അദ്ദേഹത്തോട് ഒരു കുറച്ചെങ്കിലും നീ നീതി പുലർത്തിയോ? ഓരോരോ കാര്യങ്ങൾ ചെയ്ത് വീണ്ടും എൻ്റെ ജീവിതം നശിപ്പിക്കാനല്ലേ നീ ശ്രമിച്ചത്? അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, നീ എൻ്റെ കൂടെ വന്നിരുന്നെങ്കിൽ ഞാൻ ഓട്ടോ എടുത്തിട്ട് വീണ്ടും അവിടെ തന്നെ നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. ദേഷ്യത്തോടെ നിൽക്കുകയാണ് ചന്ദ്രിക. നീ വരാത്തത് കൊണ്ടല്ലേ ഞാൻ ഇത്രയൊക്കെ ചെയ്യേണ്ടി വന്നത്. ശരി, ഇനി ഞാൻ പറയാൻ പോകുന്നത് നീ കുറച്ച് ഗൗരവത്തിൽ കേട്ടോ. ഇനി മേലിൽ ഞാൻ നിന്നെ ശല്യപ്പെടുത്തണ്ട എന്നാണ് നീ വിചാരിക്കുന്നതെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. നിന്റെ കഴുത്തിൽ ഇപ്പോൾ തൂങ്ങിക്കിടക്കുന്ന ആ താലിയില്ലേ, അത് അറുത്ത് മാറ്റിയിട്ട് എൻ്റെ കൂടെ വന്ന് ജീവിക്കാൻ നോക്ക്. അത് കേട്ടതും ചന്ദ്രിക ദേഷ്യത്തോടെ നിൽക്കുകയാണ്. മാത്രമല്ല, സ്വന്തം കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന താലി അറുത്തു മാറ്റാനാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിന്നെ ഇനി നന്നായിട്ട് നോക്കിക്കോളാം. നിനക്ക് നാണയില്ലേ വേറൊരുത്തൻ്റെ ഭാര്യയെ ഇങ്ങനെ മോഹത്തോടെ വിളിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ നിൻ്റെ അടുത്ത് ഞാൻ എന്തിനാണ് സംസാരിക്കുന്നത്? മര്യാദയ്ക്ക് ഫോൺ വെക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക ദേഷ്യത്തോടെ നിന്നപ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട്, ഒരു നിമിഷം, ഫോൺ വെക്കുന്നതിന് മുമ്പായിട്ട് നിനക്കൊരു സർപ്രൈസ് ഉണ്ട്, കാണണ്ടേ? ഇതാ നോക്ക് എന്ന് പറഞ്ഞിട്ട് ഫോണ് മലറിന് നേരെ മാറ്റുവാണ്. അപ്പോൾ മലര് കരഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട്, അമ്മ. മലറിനെ മഹേഷിൻ്റെ അടുത്ത് കണ്ടതും ചന്ദ്രിക ശരിക്കും ഷോക്കായിട്ട് നിൽക്കുകയാണ്. അവൾ ഒരിക്കലും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല മലര് മഹേഷിൻ്റെ അടുത്തുള്ളതിൻ്റെ ധൈര്യത്തിലാണ് മഹേഷ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന്. അമ്മ എനിക്ക് പേടിയാവുന്നമ്മ, മലര് കരഞ്ഞുകൊണ്ട് പറയാണ്. ശരിക്കും ചന്ദ്രിക ഞെട്ടി എഴുന്നേറ്റ് പോവാണ്. മലർ എങ്ങനെയാണ് നിൻ്റെ കൂടെ എത്തിയത്? മലർ മോളെ എന്നൊക്കെ വിളിക്കുകയാണ്. അപ്പോൾ മലര് പറയുന്നുണ്ട്, അമ്മ എന്നെ രക്ഷിക്കമ്മ. പക്ഷെ പിന്നീട് മലറിന് സംസാരിക്കാൻ അവസരം കൊടുക്കാതെ മഹേഷ് ഫോൺ അവൻ്റെ നേരെ നീക്കുവാണ്. മലറിനോട് പിന്നീട് സംസാരിക്കാം, ആദ്യം എന്നോട് സംസാരിക്ക്. ഞാനൊരു കാര്യം തീർത്തു പറയാം, നീ സിദ്ധാർത്ഥിൻ്റെ കൂടെ ജീവിക്കുന്നത് എനിക്കിഷ്ടമല്ല. എനിക്ക് നിൻ്റെ കൂടെ ജീവിക്കണം, ഞാനും നീയും ഒന്നിച്ച് ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മഹേഷ് പറഞ്ഞത് കേട്ട് ചന്ദ്രിക ഞെട്ടി നിൽക്കുകയാണ്. അവൻ വീണ്ടും പറയുന്നുണ്ട്, നീ സിദ്ധാർത്ഥിനെ ഒഴിവാക്കി എൻ്റെ കൂടെ വന്ന് താമസിക്കാൻ നോക്ക്.
നമുക്ക് പഴയതുപോലെ തന്നെ ഒരു കുടുംബമായിട്ട് ഒന്നിച്ച് ജീവിക്കാം. മഹേഷ് പറഞ്ഞത് കേട്ടതും ചന്ദ്രിക ദേഷ്യത്തോടെ പറയാണ്, ഥു, നിനക്കിങ്ങനെ പറയാൻ നാണം തോന്നുന്നില്ലേ? നീയൊക്കെ ഒരു മനുഷ്യനാണോ? അത് കേട്ട് മഹേഷ് ദേഷ്യത്തോടെ തിരിച്ചു ചോദിക്കുകയാണ്, എന്നെ ഒഴിവാക്കി മറ്റൊരുത്തൻ്റെ കൂടെ ജീവിതം തുടങ്ങിയത് നീയല്ലേ? നിനക്കത് നാണക്കേടായിട്ട് തോന്നുന്നില്ലേ? നീ ചെയ്തതാണോ ഞാൻ ചെയ്തതാണോ നാണം കെട്ട കാര്യം? അപ്പോൾ ചന്ദ്രിക അതിന് മറുപടി പറയാതെ പറയാണ്, ഇങ്ങോട്ട് നോക്ക് മഹേഷ്, മര്യാദയ്ക്ക് മലറിനെ തിരിച്ചു കൊണ്ടുവിട്ടോ. നീ എന്തിനാ ഇപ്പം മലറിനെ തട്ടിക്കൊണ്ടുപോയത്? ഇപ്പം തന്നെ ഞാൻ പോലീസിൽ ഇൻഫോം ചെയ്ത് നിന്നെ പിടിക്കാനുള്ള എല്ലാ വഴികളും ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കും. അത് കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ് മഹേഷ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഞാൻ മലറിനെ തട്ടിക്കൊണ്ട് വന്നത് തന്നെ പോലീസ് ഇനി എന്നെ അന്വേഷിച്ച് വരരുത് എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി മേലാൽ പോലീസ് എനിക്ക് പിന്നാലെ വരുന്നുണ്ടെങ്കിൽ മലര് ജീവനോടെ കാണില്ല. മഹേഷ് തൻ്റെ ഭീഷണി ചന്ദ്രയ്ക്ക് മുന്നിൽ തുറന്നു പറയാണ്. അത് കേട്ടതും മലരും അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് ചന്ദ്രികയും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അവൾക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അവൾ കരഞ്ഞോണ്ട് പറയാണ്, എടാ ദുഷ്ട, സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ തന്നെ മകളെ നശിപ്പിക്കാൻ നോക്കുവാണോ നീ? മകളുടെ ജീവൻ വെച്ചിട്ടാണോ നീ കളിക്കുന്നത്? നീയൊന്നും ഒരു കാലത്തും നന്നാവില്ല. അത് കേട്ട് ചിരിച്ചുകൊണ്ട് മഹേഷ് പറയാണ്, ഞാൻ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് മലറിനെ തട്ടിക്കൊണ്ട് വന്നത്. ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്നും നിനക്ക് മനസ്സിലായില്ലേ? ഇനി ഞാൻ വ്യക്തമായിട്ട് പറയാം. മര്യാദയ്ക്ക് ഞാൻ അയക്കുന്ന സ്ഥലത്തേക്ക് വരാൻ നോക്ക്. അത് കേട്ടതും ചന്ദ്രിക പറയുന്നുണ്ട്, ഞാൻ തനിച്ച് വരില്ല. എന്താ നീ പറഞ്ഞത്? ഓ, നീ തനിച്ച് വരില്ല എന്നാണോ നീ പറഞ്ഞത്? അതെന്താ, നിനക്ക് മലറിന് ജീവനോടെ വേണ്ടേ? ഓ, അങ്ങനെയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അത് കേട്ട് ചന്ദ്രിക പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഫോണ് മലറിൻ്റെ നേരെ നീട്ടിക്കൊണ്ട് മഹേഷ് പറയുന്നുണ്ട്, നോക്ക് മലർ, നിൻ്റെ അമ്മയ്ക്ക് നിന്നെ ജീവനോടെ വേണ്ട എന്ന്. എനിക്ക് തോന്നുന്നത് നിൻ്റെ അമ്മയുടെ വിവാഹം കഴിഞ്ഞതുകൊണ്ട് നിൻ്റെ അമ്മയ്ക്ക് നിന്നെ വേണ്ട എന്നാണ്. അത് കേട്ടതും ചന്ദ്രിക കരഞ്ഞുകൊണ്ട് പറയാണ്, ഏയ്, എന്തിനാ നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത്? ഇതിനും മാത്രം എന്ത് ദ്രോഹ ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തിട്ടുള്ളത്? ഞങ്ങളെ സമാധാനത്തോടെ ജീവിക്കാൻ എന്താ നിങ്ങൾ അനുവദിക്കാത്തത്? ഒന്നും അറിയാത്ത ചെറിയ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് അവളുടെ മനസ്സിനെ അത് എത്രമാത്രം ബാധിക്കും? നിനക്ക് ഹൃദയമില്ലേ? എന്തിനാ നീ ഇങ്ങനെ ക്രൂരനായിട്ട് ജീവിക്കുന്നത്? അത് കേട്ടതും മഹേഷ് പറയുന്നുണ്ട്, ഞാൻ ക്രൂരനൊന്നുമല്ല. ഞാനിങ്ങനെ ക്രൂരനായിട്ട് പെരുമാറുന്നത് നീ കാരണമാണ്. ഞാൻ പറയുന്നത് പോലെ കേൾക്കുകയാണെങ്കിൽ പിന്നെ ഞാനെന്തിനിങ്ങനെയൊക്കെ ചെയ്യുന്നത്? മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞ സ്ഥലത്ത് തനിച്ച് വരാൻ നോക്ക്. അല്ലെങ്കിൽ ഇനി നീ ജീവിതത്തിൽ മലറിനെ കാണാനേ പറ്റില്ല. അത് കേട്ടതും ചന്ദ്രിക ഞെട്ടി നിൽക്കുകയാണ്. മലരാണെങ്കിൽ അവിടെ കരഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, അമ്മ അമ്മ. പക്ഷെ അത് രണ്ടും കണ്ടിട്ടും സന്തോഷത്തോടെ നിൽക്കുകയാണ് മഹേഷ്. ഒന്നുകൂടി ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം, ഇനി നീ നിൻ്റെ ജീവിതത്തിൽ മലറിനെ ഒരിക്കലും കാണില്ല. മഹേഷ് പറഞ്ഞത് കേട്ടിട്ട് എന്താ തിരിച്ച് പറയണ്ടേന്നറിയാതെ നിൽക്കുകയാണ് ചന്ദ്രിക. മലർ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മ അമ്മ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രികയും കരഞ്ഞുകൊണ്ട് മഹേഷിനോട് പറയാണ്, മലറിനെ ഒന്നും ചെയ്യരുത്, അവൾ ചെറിയ കുട്ടിയാണ്, അവൾക്കൊന്നും അറിയില്ല, അവളെ മനസ്സ് നീ വേദനിപ്പിക്കല്ലേ. അതല്ലേ ഞാനും പറഞ്ഞത്, ഞാൻ നിന്നോടല്ലേ വരാൻ പറഞ്ഞത്, പക്ഷെ നീയാണെങ്കിൽ വരില്ല എന്ന് പറയുന്നു. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക്, കുട്ടിയെ വെച്ചിട്ട് നീ ഇങ്ങനെ കളിക്കരുത്. ഞാൻ വീണ്ടും പറയാണ്, മര്യാദയ്ക്ക് കുട്ടിയെ തിരിച്ചു കൊണ്ടുവന്ന് വിട്ടിട്ട് നീ പോലീസിൽ സറണ്ടർ ആവാൻ നോക്ക്. അതാ നിനക്ക് നല്ലത്. എനിക്ക് ഏതാ നല്ലത് ഏതാ മോശമെന്ന് നീ പറഞ്ഞു തരേണ്ട കാര്യമില്ല. എന്നിട്ട് മഹേഷ് നിൽക്കുന്ന സ്ഥലം അവൻ വ്യക്തമായിട്ട് അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. 30 മിനിറ്റ് കൊണ്ട് ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് നീ എത്തിയിരിക്കണം. അവൻ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ്. ചന്ദ്രികയാണെങ്കിൽ പേടിച്ച് നിൽക്കുന്നുണ്ട്. വീണ്ടും വിളിച്ചുകൊണ്ട് മഹേഷ് പറയാണ്, ഞാൻ പറഞ്ഞ സമയം കൊണ്ട് നീ ഇവിടെ എത്തിയില്ലെങ്കിൽ നിൻ്റെ മലറിൻ്റെ ജീവൻ അപകടത്തിലായിരിക്കും. അത് കേട്ടിട്ട് ചന്ദ്രിക പറയുന്നുണ്ട്, എന്തിനാ നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? എനിക്ക് അവളോട് സംസാരിക്കണം. ഫോണ് നീ അവൾക്ക് കൊടുക്ക്. അവളോട് നീ ഇനി സംസാരിക്കുന്നതൊക്കെ നേരിട്ട് കണ്ടിട്ട് മതി. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞ സ്ഥലത്ത് അരമണിക്കൂറിനുള്ളിൽ വരാൻ നോക്ക്. ചന്ദ്രിക അപ്പോഴും പറയുന്നുണ്ട്, മഹേഷ് വേണ്ട, നീ ഇപ്പോൾ മേൽക്കുമേൽ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങാ സിദ്ധു സാർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കാന്നറിയില്ല. സിദ്ധാർത്ഥിനെ പുകഴ്ത്തിയിട്ട് ചന്ദ്രിക സംസാരിച്ചത് കേട്ടതും മഹേഷിന് ഒന്നുകൂടെ ദേഷ്യം കയറുകയാണ്. ഏയ് വായ് മൂട്, എന്തു പറഞ്ഞാലും സിദ്ധു സിദ്ധു സിദ്ധു. അവനെന്താ വലിയ ആളാണെന്നാണോ നിൻ്റെ വിചാരം? എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് നന്നായിട്ടറിയാം. മര്യാദയ്ക്ക് വായ് പൂട്ടിയിട്ട് ഞാൻ പറഞ്ഞ സ്ഥലത്ത് വരാൻ നോക്ക്. അങ്ങനെ വന്നാൽ നിനക്ക് നിൻ്റെ മലറിനെ കാണാം. അല്ലെങ്കിൽ ജീവിതകാലത്തിൽ ഒരിക്കലും നിനക്കിനി ഇവളെ കാണാൻ സാധിക്കില്ല. അപ്പോൾ മറുതലക്കൽ നിന്നും മലര് പറഞ്ഞ് കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അമ്മ വാ അമ്മ, എനിക്ക് വല്ലാതെ പേടിയാവുന്നമ്മ, അമ്മ വാ അമ്മ. മലറിൻ്റെ കരച്ചിൽ കൂടി കേട്ടതോടെ ചന്ദ്രിക ആകെ ടെൻഷനിലായി. മലരങ്ങനെ കരയുന്നത് കേട്ടപ്പോൾ മഹേഷിന് സന്തോഷമായി. കാരണം അവളുടെ കരച്ചിൽ ചന്ദ്രികയെ വരുത്തിക്കും എന്നുള്ളത് മഹേഷിന് അറിയായിരുന്നു. അതുപോലെ തന്നെ ചന്ദ്രിക പറയുന്നുണ്ട്, മലർ മോള് കരയല്ലടാ, അമ്മ എത്രയും പെട്ടെന്ന് വരാടാ.
മോള് കരയല്ലേടാ. അപ്പോൾ മഹേഷ് ദേഷ്യത്തോടെ പറയാണ്, ശരി ശരി വേഗം വരാൻ നോക്ക്, ബാക്കി പിന്നീട് സംസാരിക്കാം. എന്നിട്ട് അവൻ മലറിൻ്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റിട്ട് പറയാണ്, പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നീ എന്നെയാണ് കാണാൻ വരുന്നത് എന്ന് നിൻ്റെ വീട്ടിൽ ആരും അറിയാൻ പാടില്ല. എല്ലാറ്റിനും മേലെ പോലീസിലൊരു കാരണവശാലും അറിയിക്കരുത്. പോലീസിനെ വെച്ച് ഞാൻ നിൽക്കുന്ന സ്ഥലം ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കാമെന്ന് കരുതണ്ട. ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് തെറ്റിച്ചാൽ നിനക്ക് പിന്നാലെ എന്നെ അന്വേഷിച്ച് പോലീസ് ഇവിടെ വന്നു എന്ന് കരുതിയാ ഞാൻ തീർത്ത് നിന്നോട് പറയാം. പിന്നീട് നീ ജീവിതത്തിൽ മലറിനെ കാണില്ല. മലറിനെ നിനക്ക് മുഴുവനായിട്ട് വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യ്. അപ്പോൾ ചന്ദ്രിക കരഞ്ഞുകൊണ്ട് കേട്ട് നിൽക്കുകയാണ്. നീ നിൻ്റെ ബുദ്ധി വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ പിന്നീട് നീ തന്നെയാണ് മലറിനെ ബലി കൊടുത്തത് എന്ന് നീ സ്വയം ആശ്വസിക്കേണ്ടി വരും. മഹേഷ് പറഞ്ഞത് കേട്ടിട്ടും ചന്ദ്രിക ഞെട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. കാരണം മഹേഷ് സ്വന്തം മകളാണെന്ന് പോലും ചിന്തിക്കാതെ മലറിനെ ഒരുപക്ഷെ കൊന്നുകളയുമെന്ന് വരെ ചന്ദ്രികയ്ക്ക് അറിയാമായിരുന്നു. ചന്ദ്രിക ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നിടത്തായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.